സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഒരു പ്ലെയറിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മാച്ചിനെ പറ്റി സംസാരിക്കാനല്ല വന്നിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ 100K 1,00,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ഒരു ചെറിയ സാധനം വരാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം നമ്മൾ കാത്തിരുന്നത്. സോ ഫൈനലി ആ ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് ഐറ്റം. ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് ഒരു വലിയ സംഭവമായിരിക്കണമെന്നില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള യൂട്യൂബ് ചാനൽസ് എല്ലാം ഇത് അച്ചീവ് ചെയ്യുന്നതും ഈ ഒരു സംഭവം പിടിച്ചിട്ടുള്ള അൺബോക്സിങ്ങും അത് പല രീതിയിൽ അൺബോക്സ് ചെയ്യുന്നതും പല രീതിയിൽ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനം ഇത് കിട്ടുക എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അത് ഒരു തരത്തിലും ഞാൻ സ്വപ്നം കാണാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. പക്ഷേ ഫൈനലി ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. യൂട്യൂബിൽ ഒഫീഷ്യലി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 ഒക്ടോബറിലാണ്. അതിനുശേഷം ആദ്യത്തെ വീഡിയോ നമ്മൾ ഇടുന്നത് 2017 മാർച്ച് സമയത്താണ്. പക്ഷേ ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യണം, എങ്ങനെയുള്ള വീഡിയോ ചെയ്യണം, എത്ര നാളെ ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിനെപ്പറ്റിയൊന്നും യാതൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സ്റ്റോറിയൊക്കെ ആ 50K അടിച്ച സമയത്ത് നമ്മൾ ഷെയർ ചെയ്തതാണ്. സോ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. അതിനുശേഷം 2016 2017 നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ 2024 നമ്മൾ ഈ 100K അടിക്കുന്നത്. സോ ഇത്രയധികം സമയം അല്ലെങ്കിൽ ഇത്രയധികം വർഷം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. 680ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 650ലധികം വീഡിയോസ് എനിക്ക് വേണ്ടി വന്നു ഈ 100K എന്ന് പറയുന്ന ആ അച്ചീവ്മെന്റിലേക്ക് എത്താൻ. അതുപോലെ തന്നെ 2017 വീഡിയോ ഇട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ ഏകദേശം 7 വർഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ. സോ നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഇതുവരെയും നമ്മുടെ ചാനലിൽ ഒരു ഓവർനൈറ്റ് സക്സസോ അല്ലെങ്കിൽ ഒരു വീഡിയോ പെട്ടെന്ന് വൈറലായിട്ട് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസോ അതിലൂടെ കിട്ടുന്ന ഒരു 10,000 20,000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും വന്നിട്ടില്ല. വളരെ ഗ്രാജുവലി വളരെ പതിയെ ഓരോ വീഡിയോയ്ക്കും കിട്ടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പതിയെയാണ് ഈ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാറ്റഗറിയിൽ വീഡിയോ ഇടുന്നതിൽ ഏറ്റവും അവസാനം ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്ന യൂട്യൂബറും ഒരു പക്ഷേ ഞാൻ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എത്രത്തോളം ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിന് വേണ്ടി എത്രത്തോളം വെയിറ്റ് ചെയ്ത് അത് വളരെ ടൈം എടുത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിന് കിട്ടുന്നൊരു വാല്യൂ അല്ലെങ്കിൽ അതിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വാല്യൂ അത് വളരെ വലുതാണ്. സെയിം സംഭവം തന്നെയാണ് നമ്മളൊരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിയിൽ ഒരു ISL ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴുണ്ടാവുന്നത്. 11 വർഷം ഈ ഒരു സംഭവം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഒരു കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് അതിപ്പോൾ തുടർന്ന് പൊക്കൊണ്ടേയിരിക്കുകയാണ്. അത് കിട്ടിയിട്ടുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം ആ ISL ട്രോഫി കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന സമയത്ത് ഇത്രയും നാളെ ഈ ഒരു ടീമിനെ ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ, അത് നിങ്ങൾക്ക് തരുന്ന സന്തോഷം, അതിലൂടെ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് അത് വളരെ വലുതായിരിക്കും. അത് ഈ ഒരു സംഭവം എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. സോ എന്താ പറയേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസും സ്ക്രിപ്റ്റ് എഴുതി കൃത്യമായ രീതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള സ്ക്രിപ്റ്റ് നമ്മൾ എഴുതിയിട്ടില്ല. സോ ഒരുപാട് നന്ദി നമ്മുടെ കൂടെ നിന്നതിനും നമ്മുടെ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും. സോ ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. സോ എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമ്മുടെ ഭാവി പ്ലാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കോംപ്രമൈസ് നമ്മുടെ കണ്ടൻസിൽ വരുത്തില്ല. നമ്മൾ മാക്സിമം ക്വാളിറ്റി കീപ്പ് ചെയ്ത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തന്നെ ഇതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഓരോ പ്ലെയർ വരുമ്പോഴും ആ ഒരു പ്ലെയറിൻ്റെ മാക്സിമം വീഡിയോസ് കണ്ട് അത്തരത്തിൽ തന്നെ വീഡിയോ ചെയ്ത് ഉടായ്പ പരിപാടിയിലേക്കൊന്നും പോകാതെ ഇതേ രീതിയിൽ എഫേർട്ട് ഇട്ട് വീഡിയോ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. സോ ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് തരാൻ പറ്റുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത് ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, ഞാൻ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റ് ആയാലും അതിനുവേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ആണെങ്കിലും അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു എഫേർട്ടിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇനി അങ്ങോട്ട് ചെയ്യില്ല. അത് ഇതുവരെയും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം. സോ ഹാപ്പിയാണ്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ടീം ഒരു മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഒരു സാധനം കിട്ടിയതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി സാറ്റിസ്ഫൈങ് ആയതിനെ. സോ എന്തായാലും ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഈ ഒരു സംഭവം നിങ്ങൾ ഓൾറെഡി കുറേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ ചാനലിനും എന്നെ സംബന്ധിച്ചത് വളരെ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാവുക. നമ്മൾ ഈ ഒരു പരിപാടി മാക്സിമം എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഡെലിവർ ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് തരുന്നൊരു പ്രോമിസ് ആയിരിക്കും. ഈ ഒരു സമയത്ത് വീഡിയോ കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു ചാനൽ എന്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ തൊട്ട് ഇത് ഈ ഒരു ചുമരിലുണ്ടാവും. സോ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ്. ഇനിയും കൂടെ ഉണ്ടാവുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.